സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ MDക്ക് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. നേരത്തെ ഹാഷ്മി അവിടെ എത്തിയ ഈ കൂടല്ലൂർ നിവാസികളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് MDയുമായി ഉണ്ടായിരുന്ന MDക്ക് അവരോടുണ്ടായിരുന്ന വൈകാരികമായ അടുപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. MD അത് എഴുതുകയും ചെയ്യുന്നുണ്ട്. കൂടല്ലൂരിനെ കുറിച്ച് എഴുതുന്നു, നിളാനദിയെക്കുറിച്ച് എഴുതുന്നുണ്ട്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടമെന്ന് MD എഴുതുന്നുണ്ട്. അപ്പോൾ ആ നാടുമായുള്ള MDയുടെ വൈകാരികമായ അടുപ്പം ആ വരികളിൽ തന്നെയുണ്ട്. ഹാഷ്മി, തുടരാം. ഉറപ്പായും ഉന്മേഷം അത് തന്നെയാണ്. MDയുടെ പ്രമേയ പരിസരം കൂടല്ലൂരും നിളാനദിയും തന്നെ. പക്ഷേ MDയുടെ വായനാലോകം അതായിരുന്നില്ല. MDയുടെ വായനാലോകം കേരളം ലോകസാഹിത്യത്തിലേക്ക് വാതിൽ തുറക്കും മുൻപേ MDയുടെ വായനങ്ങൾ പലയാവർത്തി ലോകസാഹിത്യത്തിലേക്ക് തുറക്കപ്പെട്ടതാണ്. നമ്മൾ ഗുന്തർഗ്രാസ് നോക്കി കേൾക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ MD ഗുന്തർഗ്രാസിനെ പറ്റി കേൾക്കുകയും അദ്ദേഹത്തെ കാണാൻ ടോണി മോറിസനെയും ഗുന്തർഗ്രാസിനെയും കാണാൻ അവിടെ പോവുകയും അവിടെ നേരിട്ട് കാണാൻ ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ആൾ തന്നെയാണ്. ആ സമയത്ത് ലോകസാഹിത്യത്തിലെ എല്ലാ മാറുന്ന ട്രെൻഡുകളെക്കുറിച്ചും വളരെ നന്നായി, വളരെ മനോഹരമായി അറിയാവുന്ന ആളാണ് MD വാസുദേവൻ നായർ. അങ്ങനെ ആ ട്രെൻഡുകൾ അറിയുമ്പോൾ സ്വാഭാവികമായും വേണമെങ്കിൽ ആ ട്രെൻഡിനനുസരിച്ച് നമുക്ക് ഒരു എഴുത്തുശൈലി രൂപപ്പെടുത്താം. MD പക്ഷേ അതിന് നിന്നതയില്ല. അതാണ് ആ ദൈക്ഷണിക സത്യസന്ധത. MD പറഞ്ഞു, എനിക്കറിയാവുന്ന, എനിക്ക് നേരിട്ടറിയാവുന്ന എൻ്റെ സ്ഥലത്തെക്കുറിച്ച്, എനിക്ക് നേരിട്ടറിയാവുന്ന ജീവിതങ്ങളെക്കുറിച്ച് അല്ലാതെ ഞാൻ എഴുതില്ല എന്നൊരു മൗലികമായ നിലപാട് സ്വീകരിച്ചു. ആ സമയത്ത് ഇത്തരത്തിൽ പല വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു MDക്കെതിരെ. അത് വളരെ ഷാലോ ആണ് എന്നൊക്കെയുള്ള പല വിമർശനങ്ങൾ ഉയരുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അത് ഷാലോ ആയിക്കോട്ടെ, എൻ്റെ ലോകം ചെറുതാണ്, ആ ചെറിയ ലോകത്ത് കണ്ട മനുഷ്യരെയാണ് ഞാൻ എഴുതുക എന്ന ആർജവത്തോടെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ്റെ മഹത്തായ ദാർശനികത ഈ ചെറിയ ലോകത്തെ അല്ലെങ്കിൽ നിളാനദിയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ നേരത്തെ SKN പറഞ്ഞ ആൽബർട്ട് ക്യാമുവിൻ്റെ അടക്കമുള്ള അല്ലെങ്കിൽ ഫ്രാൻസിസ് കാഫ്കയുടെ ഒക്കെ ഈ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഈ പറയുന്ന അസ്തിത്വ പ്രതിസന്ധി എന്നതിന് ഒരർത്ഥത്തിൽ MDയുടെ കഥകളിലുമുള്ളത് അതിലെ നായകന്മാർ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ അപ്പുണ്യാവട്ടെ, സേതുവാവട്ടെ, അവരൊക്കെ അനുഭവിക്കുന്നത് ഈ പറയുന്ന വേറൊരു തരത്തിലുള്ള എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തന്നെയാണ് എന്നൊരു വായനയുണ്ട്. അതൊരു പക്ഷേ ഈ പറഞ്ഞ ലോക സാഹിത്യത്തിലെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രം. MDയുടെ വഴിവെട്ടി എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന ലോക സാഹിത്യത്തെ മൊത്തം അദ്ദേഹത്തിന് കൈവെള്ള പോലെ അറിയാമെങ്കിലും, അല്ലെങ്കിൽ മാറുന്ന ട്രെൻഡുകളെ പറ്റി, അതത് സമയത്തെ ട്രെൻഡുകളെ പറ്റി നന്നായി അറിയാമെങ്കിൽ കൂടിയും, അതിനെക്കുറിച്ച് ആഴ്ചപ്പതിൽ പത്രാധിപരായിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ എഴുതുവാണെങ്കിൽ കൂടിയും സ്വന്തം രചനാശൈലിയിലേക്ക് ഒരിക്കൽ പോലും അതിൻ്റെ നേരിയ ശൈലി പോലും വരാതിരിക്കാൻ MD വാസുദേവൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ വഴികൾ വെട്ടി, അദ്ദേഹത്തിൻ്റെ വഴിയിൽ കൂടി മാത്രം അദ്ദേഹം സഞ്ചരിച്ചു. അതെല്ലാ കാലത്തും പാത്ത് ബ്രേക്കിംഗ് ആയ വഴിയായിരുന്നു. രണ്ടാമൂഴം തന്നെ ഉദാഹരണമാണ്. അതുവരെ ഉണ്ടായിരുന്ന എഴുത്ത് സങ്കല്പങ്ങളെ മാറ്റിമറിച്ചതാണ് രണ്ടാമൂഴം. അത് മലയാള സാഹിത്യത്തിന് പുത്തൻ ഊർജ്ജവും ഒരു ഞെട്ടലുമായിരുന്നു രണ്ടാമൂഴം. അങ്ങനെ എത്ര ഞെട്ടലുകൾ MD സമ്മാനിച്ച സാഹിത്യ ഞെട്ടലുകൾ ഉന്മേഷ്. മാത്രമല്ല അതിനുശേഷം MD വാസുദേവൻ നായർക്ക് പിന്നാലെ പോകുന്ന ഒരുപാട് എഴുത്തുകാരെ നമ്മൾ കണ്ടു. ഇപ്പോൾ KR മീര പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞ KR മീര പറയുന്നുണ്ടായിരുന്നു, സ്വാധീനിക്കപ്പെടുന്നു, MDയാൽ ഞാൻ സ്വാധീനിക്കപ്പെടുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് KR മീര. അതങ്ങനെ തന്നെയാണ് MDക്ക് ശേഷം വന്ന ഒട്ടുമിക്ക എല്ലാ എഴുത്തുകാർക്കും, അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന എഴുത്തുകാരുടെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ അബോധത്തിൽ ഈ പറയുന്ന MD സ്വാധീനം അവരുടെ രചനകളുണ്ട് എന്നവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. MD ഒരു വഴിവെട്ടി പോവുകയായിരുന്നു, അതിന് പിന്നാലെ പോവുകയായിരുന്നു മറ്റുള്ളവർ.